കുടിയൊഴിക്കപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാൻ മെഗാചർച്ച് $1 മില്യൺ സംഭാവന നൽകി. വിർജീനിയ, യുഎസിലെ ഒരു ചരിത്രപ്രസിദ്ധമായ ആഫ്രിക്കൻ അമേരിക്കൻ കറുത്തവർഗക്കാരുടെ മെഗാചർച്ച് ക്രിസ്തുവിന്റെ സ്നേഹം ഭൗതിക നന്മയിലൂടെ അശരണരെ സഹായിക്കാനായി പങ്കുവച്ചു. വിർജീനിയയിലെ അലക്സാൻഡ്രിയയിലെ ആൻഫ്രഡ് സ്ട്രീറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് പ്രാദേശിക പൊതുഭവനങ്ങളിൽ കുടിയൊഴിപ്പിക്കലിനു ഇരക്കലായ 38,000 കുടുംബങ്ങളുടെ കടങ്ങൾ വീട്ടാനായി $1 മില്യൺ സംഭാവന നൽകി മാതൃകയായത്. ഈ വർഷം ആദ്യം നടന്ന ഉപവാസത്തിലും പ്രാർത്ഥനയിലും സഭ ശ്രദ്ധയൂന്നിയതിനുശേഷമാണ് ഇങ്ങനെയൊരു ഉദ്യമത്തിനു സാക്ഷ്യം വഹിച്ചത്. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ മാത്രമല്ല നമ്മുടെ ദേശത്തെയും മാറ്റട്ടെയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈസ്റ്റർ ഞായറാഴ്ച സഭയുടെ മുഖ്യ ശുശ്രൂഷകൻ റെവൻ ഹൊവാർഡ് ജോൺ വെസ്ലി പറഞ്ഞു, പൊതുഭവന നിർമ്മാണത്തിലുള്ളവരെ സഹായിക്കാനുള്ളതിനുള്ള ഒരു പ്രാദേശിക ശ്രമമായ ഫ്രഷ് സ്റ്റാർട്ട് ഇനിഷ്യേറ്റീവിനെക്കുറിച്ച് അലക്സാൻഡ്രിയയിലെ താങ്ങാനാവുന്ന ഭവനങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടാൻ പോകുന്ന ചില കുടുംബങ്ങളുടെ കടം വീട്ടാൻ സഭ എങ്ങനെ പങ്കെടുക്കുന്നുവെന്നതിനെക്കുറിച്ച് വെസ്ലി വിശദീകരിച്ചു. ഓഡിറ്റും ലെഡ്ജറും പരിശോധിച്ച് എല്ലാ കുടുംബങ്ങളുമായും സംസാരിച്ച് കടം പരിശോധിച്ച ശേഷം ആ സീക്ക് ഓഫറിലൂടെ 306 കുടുംബങ്ങളെ 10,000 ചെലവിൽ കുടിയൊഴിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. വെസ്ലി പറഞ്ഞു, 5,006 സ്ഥാപിതമായ ആൽഫ്രഡ് സ്ട്രീറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ഇപ്പോൾ 10,000 അംഗങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം സൗത്ത് കാരോലൈന ആസ്ഥാനമായുള്ള സെന്റ് അഗസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിൽ യവാരിവിരുദ്ധ കോളേജിൽ 11 ബിരുദധാരികളുടെ കോളേജ് കടം വീട്ടിയാൻ ഈ ചർച്ച് $306,000 സംഭാവന ചെയ്തതും എടുത്തു പറയേണ്ടതുണ്ട്. ദൈവസഭകൾ കാലഘട്ടത്തിൽ അതിന്റെ ഇതേപോലുള്ള കർത്തവ്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്താൽ ദൈവത്തിന്റെ നാമം ദേശത്ത് ഉയർത്തിക്കാട്ടാനിടയാക്കും, അനേകരെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കുവാനും ഇടയാക്കും.